തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി. പ്രതി ഹസൻകുട്ടിയുടെ ശിക്ഷാവിധി ഒക്ടോബർ 3 പ്രസ്താവിക്കും. SP ശ്രീനന്ദ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ പറയും. രോഹിണി, ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടെ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് 2024 ഫെബ്രുവരി 19 പുലർച്ചെ കാണാതാവുകയും ശേഷം പെൺകുട്ടി പീഡനത്തിനിരയായി എന്നുള്ള വാർത്തകളൊക്കെ അറിയുന്നതും. നാടോടി ബാലികയാണ് ഇവർ പീഡിപ്പിച്ചത്. ഹസൻകുട്ടിയാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് ആ വിധി. ഹൈദരാബാദ് സ്വദേശികളായ നാടോടികളുടെ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഹസൻകുട്ടിയുടെ ശിക്ഷാവിധി പോക്സോ കോടതി ജഡ്ജി MP ഷിബു അടുത്ത മാസം 3 തീയതി വിധിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ വധശ്രമം, അതുപോലെ തന്നെ പീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾ കുറ്റങ്ങൾ ചെയ്തു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 തീയതിയായിരിക്കും ഇതിന്റെ വിധി വരാൻ പോകുന്നത്. ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തു ഇയാൾ എന്ന ആറ്റിങ്ങൽ സ്വദേശിയാണ് ഈ ഹസൻകുട്ടി എന്ന് പറയുന്ന ആൾ. ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന്. 1 വർഷത്തിന് ശേഷമാണ് ശിക്ഷ വിധി ഒക്ടോബർ 3 അതുപോലെ തന്നെ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് 1 വർഷത്തിന് ശേഷമാണ്. എന്തായാലും ഒക്ടോബർ 3 വിധി കോടതി പുറപ്പെടുവിക്കുക. ശരി ശ്രീനന്ദ. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി. പ്രതി ഹസൻകുട്ടിയുടെ ശിക്ഷാവിധി ഒക്ടോബർ 3 പ്രസ്താവിക്കും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.